ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിമനോഹരമായ പാത്രങ്ങളൊക്കെയാണിത്. അയ്യോ, ഇത് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നണില്ല കേട്ടോ. പക്ഷേ നമുക്ക് വാങ്ങാനും പറ്റില്ല, ഭയങ്കര റേറ്റാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു കപ്പൊക്കെ ഒരെണ്ണമൊക്കെ എടുക്കുമ്പോഴൊക്കെ തന്നെ ചോദിക്കുമ്പോൾ 650 രൂപയൊക്കെയാണ് പറയണത്. പ്ലേറ്റിനൊക്കെ 2500. നമുക്ക് കാണാമെന്നുള്ളൂ, പക്ഷേ വാങ്ങാനൊന്നും പറ്റില്ല, ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഒത്തിരി നല്ല നല്ല കാഴ്ചകളൊക്കെ ഇതിലുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രോഡക്റ്റുകൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഉണ്ട് കാണാനായിട്ട്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ എനിക്കും അവിടെ അവർ ഒരു സ്റ്റാൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് എനിക്ക് അവിടെ പേര്, എൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് അവർക്ക് എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് എറണാകുളത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റ് വെക്കാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ പറയുകയും ചെയ്ത്. പക്ഷേ അവിടെ 10 ദിവസമാണ് ഇത് നടക്കുന്നത്. പക്ഷെ 10 ദിവസം നിൽക്കലെന്ന് പറയുമ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എനിക്കിവിടെ അല്ലാതെ തന്നെ എൻ്റെ ഓർഡറുകളൊക്കെ തെറ്റിപ്പോകും. ഡെയിലി എനിക്ക് മെറ്റീരിയൽസിൻ്റെ ഓർഡറുകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതെനിക്ക് കറക്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പറ്റണില്ല. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമുക്കിങ്ങനെ അവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ. ഇതൊക്കെ ഈ വുഡും കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ഉണ്ടാകും. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് ഇതെല്ലാം. അതിന് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളറൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നേരിൽ കാണാൻ ഇതിൽ കാണുന്നേക്കാളും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ പെർമിഷൻ ഇല്ലാണ്ടാണ് ഞാനിതൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട്, ഇനി ഇവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മനസ്സിലൊരു ടെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് എടുത്ത് പോകണേണ്. അപ്പോൾ നേരിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ സ്റ്റോള് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവർ ടേബിളൊന്നും സെറ്റാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ വൈകിയായിരുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ എത്തിയത്. ഇത് രാവിലെ വന്നവർക്കൊക്കെ ടേബിളൊക്കെ സെറ്റാക്കി കൊടുത്തു. അയ്യോ, ഈ ഒരു മാലകളുടെയും കമ്മലിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഒരു, അത് നേരെ ചെന്ന് കണ്ടാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് പോരാനേ തോന്നില്ല കേട്ടോ. അത്ര അധികം ഭംഗിയാണ് ഓരോന്നും കാണാനായിട്ട്. ഈ കല്ലുകൾ കൊണ്ടുള്ള മാലകൾ, മുത്തുകൾ, പേള്, അതങ്ങനെ ഇത് നല്ല വെറൈറ്റീസ് ഉണ്ട് അവിടെ എല്ലാം. ഒരുപാട് സ്റ്റോളുണ്ട്. നമുക്ക് എല്ലാം കാണിക്കലൊന്നും നടക്കില്ല. ഞാൻ വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ബാക്കിയുള്ളത് ഇന്ന് വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ. ഈ മാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ സാരിയുടെ ഒപ്പം വെയർ ചെയ്യാനായിരിക്കും ഇത് കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ സാരി അങ്ങനെ ഉടുക്കാറില്ല. എന്നാലും എനിക്ക് ഒരെണ്ണം ഇതിൽ നിന്ന് വാങ്ങണമെന്നുണ്ട് കേട്ടോ. എല്ലാം അടിപൊളി. ഏതപ്പോൾ വാങ്ങണ്ടേന്നാണ് അവിടെ ചെന്ന് നമുക്ക് ആകെ കൺഫ്യൂഷനാവും. കമ്മലുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റണില്ല. ഈ പറഞ്ഞാൽ അവരുടെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് കാണിച്ച് പോണേണ്. നമ്മുടെ കേരളത്തിലുള്ളവരുടെ മിക്കവരുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അച്ചാറുകളും ഡ്രസ്സുകളുമാണ് കേട്ടോ. ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ കാണണമെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ കാണണം.
രക്ഷയില്ല, അത്രക്കും കളക്ഷനാണ്. നമുക്ക് കണ്ട തീരൂല. നമുക്ക് ഏതെടുത്താലും ഏതെടുക്കണ്ടേന്നുള്ളൊരു ഇതാണ് അവിടെ ചെന്നാൽ. സാരിക്കൊക്കെ ഒപ്പം ഇത് വേറെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതൊക്കെ വുഡ് വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇത് എല്ലാം വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നോ, ഇതൊക്കെ എങ്ങനെ അവരിതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കി എടുത്തെന്ന് വെച്ചാൽ ഇത് കണ്ട. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കണ്ട പിന്നെ അവിടെ നിന്ന് നീങ്ങാൻ തോന്നില്ല. ഓരോന്നും നമുക്ക് കണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഇതിൽ നിന്നൊക്കെ. പക്ഷെ ഇതൊക്കെ എന്തൊരു കഴിവാണെന്ന് ഞാൻ ആലോചിക്കുന്നു. അതിന് അട്രാക്റ്റീവായിട്ടുള്ള കളറും കൊടുത്തേക്കണം. ഇന്നലെ പിന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇങ്ങനെ സ്റ്റാളിലെ ആൾക്കാർ ഇങ്ങനെ അധികം വെച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഇന്നലെ രജിസ്ട്രേഷൻ്റെ ഡേ ആയിരുന്നു. അപ്പം ഇന്നായിരിക്കും കൂടുതൽ ആൾക്കാരൊക്കെ വരാൻ ചാൻസ്. കുഞ്ഞു മക്കൾക്കുള്ള ടോയ് എല്ലാം ഉണ്ട് അതിൽ. ഇന്നലെ എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അവളുണ്ടാവില്ല, അവൾക്ക് ക്ലാസ്സിൽ പോകാനുള്ളതുകൊണ്ട് അവളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെറുതെ പോയാൽ മതി. നമുക്ക് 1000 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും എല്ലാ ദിവസവും. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഹെൽപ്പറായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും. ഇപ്പം മോൾ ഇന്നലെ വന്നപ്പം ഒരു ഹെൽപ്പർ എന്തായാലും വേണമെന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പോൾ ഹെൽപ്പറാണെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുമ്പോൾ മോൾക്കും കിട്ടും 1000 രൂപ വീതം. പക്ഷെ അവൾ ഇനി വന്നില്ല, അവൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വരില്ല. എല്ലാം ഇത് വുഡും കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് ഇതെല്ലാം.